ഇറാൻ അമേരിക്ക യുദ്ധത്തിന്റെ പ്രത്യാഘാതം നേരിടുന്നവരുടെ എല്ലാം കണ്ണ് ഈ ആഴ്ച ചൈനയിൽ നടന്ന ഷീ ജിൻപിങ് ട്രംപ് കൂടിക്കാഴ്ചയിലായിരുന്നു. പ്രശ്നങ്ങൾക്ക് പരിഹാരം സ്വപ്നം കണ്ടവർക്കെന്നാൽ നിരാശയായിരുന്നു ഫലം. ഇറാൻ അമേരിക്ക യുദ്ധം ഇനി എന്ന് അവസാനിക്കുമെന്ന ചോദ്യത്തിനാണ് ഉത്തരം കിട്ടാനുള്ളത്. ചൈനയിലേക്ക് വിമാനം കയറുമ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു, ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ വെന്റിലേറ്ററിലാണെന്ന്. അതായത് എപ്പോൾ വേണമെങ്കിലും വെടിനിർത്തൽ കരാർ തകരുമെന്ന മുന്നറിയിപ്പ്. ഇറാനെതിരായ നാവിക ഉപരോധം പിൻവലിക്കില്ലെന്നുകൂടി ട്രംപ് കൂട്ടിച്ചേർത്തു. ബീജിംഗിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ദീർഘനേര ചർച്ചയാണ് നടന്നത്. ഇറാൻ വിഷയത്തിൽ രണ്ടു കാര്യങ്ങൾ ചൈനയ്ക്ക് മുമ്പാകെ അവതരിപ്പിച്ചുവെന്ന് ട്രംപ്. ഒന്ന്, ഹോർമുസ് കപ്പൽപാത ഉടൻ തന്നെ തുറന്നു കിട്ടണം. രണ്ട്, മേഖലയുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇടപെടണം എന്നു കരുതി ഇത് രണ്ടിലും ചൈനയുടെ സഹായമൊന്നും തങ്ങൾ തേടിയിട്ടില്ലെന്നാണ് ട്രംപും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പറയുന്നത്. എന്നാൽ ബീജിംഗ് ചർച്ചക്കൊടുവിൽ തീരുമാനമോ പ്രഖ്യാപനമോ ഒന്നും തന്നെ ഉണ്ടായില്ല. അതിൽ നിന്ന് ബോധ്യപ്പെട്ട കാര്യം, ട്രംപ് സംസാരിച്ചിട്ടും ഇറാനെ തള്ളാൻ ചൈന ഇനിയും തയ്യാറായില്ല എന്നതുതന്നെയാണ്. പ്രതിരോധം ഉൾപ്പെടെ എല്ലാ തുറകളിലും ഇറാന് ചൈനയുടെ പിന്തുണയുണ്ട്. ഇരുവരും തമ്മിലെ ബന്ധത്തിന്റെ വ്യാപ്തി ട്രംപിനും നന്നായി ബോധ്യപ്പെട്ടതാണ്. ആകെ നടന്നത് മേഖലയും ലോകവും നേരിടുന്ന പ്രതിസന്ധി ഷീ ജിൻപിങ്ങിനെ അറിയിക്കുക മാത്രം. അത് നടന്നു. അതിലപ്പുറം ഒന്നും തനിക്ക് ചെയ്യാനില്ലെന്ന് ട്രംപിനും നന്നായി അറിയാം. മേഖലയിലും ലോകത്തും ഈ പ്രതിസന്ധി ആരാണ് സൃഷ്ടിച്ചതെന്ന ചോദ്യം ചൈന ഉയർത്തിക്കാണും. ഇറാനെ പിന്തുണയ്ക്കുന്നു എന്ന് ആരോപിച്ചാണ് ബാങ്കുകൾ ഉൾപ്പെടെ ചൈനീസ് സ്ഥാപനങ്ങൾക്കുമേൽ ട്രംപ് ഭരണകൂടം ഉപരോധം ചാർത്തിയത്. അതിലുള്ള എതിർപ്പ് ചൈനീസ് നേതൃത്വം നേരിട്ട് തന്നെ ട്രംപിനെ അറിയിക്കാനും മറന്നില്ല. ഹോർമുസ് വിഷയത്തിൽ അമേരിക്കയുടെ പക്ഷത്തല്ല ബീജിംഗ്. UN രക്ഷാസമിതി മുമ്പാകെ വന്ന പ്രമേയങ്ങൾ റഷ്യക്കൊപ്പം ചേർന്ന് വീറ്റോ ചെയ്യുകയായിരുന്നല്ലോ ചൈന. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ഉപോൽപ്പന്നമാണ് ഹോർമുസ് പ്രതിസന്ധി എന്ന ഇറാനിയൻ നിലപാടിനോട് ചേർന്ന് നിൽക്കുകയാണ് റഷ്യക്കൊപ്പം ചൈനയും. ചൈനയിൽ നിന്ന് ട്രംപ് മടങ്ങിയ ഉടൻ നിരവധി ചൈനീസ് കപ്പലുകൾക്കായി ഹോർമുസ് തുറന്നുകൊടുത്ത ഇറാൻ നടപടിയുടെ രാഷ്ട്രീയവും കൃത്യം. ബീജിംഗിൽ നിന്ന് US തിരിച്ചെത്തിയ ട്രംപ് കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. പ്രതികരണത്തിലും അത് കാണാം. കരാറല്ലെങ്കിൽ ഉന്മൂലനം എന്ന പതിവ് വിരട്ടലിനിടയിലും പതിവില്ലാതെ ഒരു കാര്യം ട്രംപ് പറഞ്ഞു, ഇറാന് ശക്തമായി തിരിച്ചടിക്കാൻ പ്രാപ്തിയുണ്ടെന്ന കാര്യം താൻ ഒട്ടും കുറച്ചു കാണുന്നില്ലെന്ന്. ഇറാനിൽ എല്ലാം തകർന്നതായി നേരത്തെ പറഞ്ഞ അതേ ട്രംപ് തന്നെയാണ് ഇപ്പോൾ ഇതും വ്യക്തമാക്കുന്നത്. സത്യത്തിൽ തന്റെ മാനവും രാഷ്ട്രീയ ഭാവിയും രക്ഷിച്ച് യുദ്ധം ഉടൻ നിർത്തിക്കിട്ടണം. അതിന് ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാകണം. ഔദ്യോഗികമായി ഇക്കാര്യം ഇറാനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണിപ്പോൾ ട്രംപ് ഭരണകൂടം. ചർച്ചയോട് എതിർപ്പില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി ഡൽഹിയിൽ പറഞ്ഞു. എണ്ണവില ഉയരുകയും ഗുരുതര ഊർജ സാമ്പത്തിക പ്രതിസന്ധി ലോകത്തെ അഭിമുഖീകരിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ കെടുതി നേരിടുന്നതിൽ ട്രംപിന്റെ അമേരിക്കയുമുണ്ട്. കഴിഞ്ഞ മാസം US ഉപഭോക്തൃ വില സൂചിക 3.8% ഉയർന്നത്. ട്രംപിന്റെ ജനപ്രീതിയാകട്ടെ കുത്തനെ ഇടിയുകയും. ഇസ്രായേൽ ഒഴികെ സഖ്യരാജ്യങ്ങളൊന്നും യുദ്ധം തുടരാൻ ട്രംപിനെ പിന്തുണയ്ക്കുന്നുമില്ല. ഒക്ടോബറിൽ ഇനി ഇടക്കാല തെരഞ്ഞെടുപ്പാണ്. ട്രംപിന്റെ റിപ്പബ്ലിക്കൻ വിഭാഗത്തിനും ഈ യുദ്ധം നിർത്തിയേ തീരൂ. ഇല്ലെങ്കിൽ ഡെമോക്രാറ്റുകൾ കൂടുതൽ കരുത്തു നേടും. ഒന്നും നേടാതെ യുദ്ധം നിർത്തുക, അതും ആലോചിക്കാൻ വയ്യ ട്രംപിന്. അങ്ങനെ വന്നാൽ എതിർവിഭാഗം കൂടുതൽ നേട്ടം കൊയ്യും. അവിടെയാണ് ആരെ കൂട്ടുപിടിച്ചും ഇറാനെ ഒരു കരാറിലേക്ക് കൊണ്ടുവരാനുള്ള ഈ അവസാന പിടച്ചിൽ. എല്ലാ സൈനിക സംവിധാനങ്ങളും ഉണ്ടായിട്ടും എന്തുകൊണ്ട് വിജയിച്ചില്ല എന്ന ചോദ്യം നാളെ അമേരിക്കയിൽ സ്വാഭാവികമായും ഉയരും. സൈനികമല്ല, നയതന്ത്രം തന്നെയാണ് ശരിയായ മാർഗമെന്ന തിരിച്ചറിവിലേക്ക് ട്രംപ് ഭരണകൂടം വൈകിയാണെങ്കിലും എത്തുന്നതിന്റെ സൂചനയാണോ ഇത്? എങ്കിൽ പ്രതീക്ഷയുണ്ട്. പരിധിവിട്ട ഉപാധികൾ അടിച്ചേൽപ്പിക്കുന്നത് കൂടി ട്രംപ് നിർത്തണം. അതല്ലെങ്കിൽ തിരുത്തണം. ആ വിവേകം പുലർത്താൻ ട്രംപിന്റെ അമേരിക്കക്ക് സാധിക്കുമോ? ലോകം അതിനുള്ള കാത്തിരിപ്പിലാകും ഇനി. വീക്കെൻഡ് റിവ്യൂവിൽ ഇനിയൊരു ഇടവേള.